ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഹൂ കിൽഡ് ജനറൽ ഡയർ? വീണ്ടും ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ജനറൽ ഡയറിനെ കൊല്ലുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത്, ഉദ്ധം സിംഗ്, ബി.ജി. തിലക്. ആരാണ് ജനറൽ ഡയറിനെ കൊല്ലുന്നത്? നമുക്കറിയാം, ഉദ്ധം സിംഗ് ആണ്. സിനിമയൊക്കെ വന്നിട്ടുള്ളതാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആണ് ജനറൽ ഡയറിനെ കൊല്ലുന്നത്. എന്തിനാ കൊല്ലുന്നത്? അതായത് നമ്മുടെ ജാലിയൻ വാലാബാഗ് മസേക്കർ നടക്കുന്ന സമയത്ത് ഉദ്ധം സിംഗിന്റെ അച്ഛനെയും അമ്മയൊക്കെ എന്ത് ചെയ്യാണ്, അതിൽ പെട്ട് മരണപ്പെട്ടു പോവാണ്. അപ്പോൾ അതിന്റെ പ്രതികാരം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, ഉദ്ധം സിംഗ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഈ ഷൂട്ട് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്കൽ ഒ ഡയർ ആണ്. മൈക്കൽ ഒ ഡയറിനെ അല്ല ഡയറാണ്. ജനറൽ ഡയർ എന്ന് പറയുന്നത് പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു. ആ ഗവർണർ ഉത്തരവ് കൊടുത്താലല്ലേ ഇയാൾക്കത് നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കാരണക്കാരൻ എന്ന് പറയുന്നത് ജനറൽ ഡയർ തന്നെയാണ്. അപ്പം ജനറൽ ഡയറിനെയാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിൽ വെച്ച് കൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിൽ ഏതാണ്, കാക്സ്റ്റൺ ഹാളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ധം സിംഗ് ഈ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊല്ലുന്നത്. ബുക്കിന്റെ ഇടയിൽ റിവോൾവർ ഒളിപ്പിച്ച് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാക്സ്റ്റൺ ഹാൾ ഇൻസിഡന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ഉദ്ധം സിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ലാലാ ഹർദയാൽ കൊണ്ടുവന്ന ഗദ്ദർ പാർട്ടി ഇല്ലേ, റവല്യൂഷണറി പാർട്ടിയാണ്. അപ്പോൾ അതിൽ മെമ്പറായിട്ടുള്ള ആളുമായിരുന്നു ആരെന്ന് പറയുന്നത്, ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. ഈ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കൂടെ ചേർന്നിട്ട് 1929 എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹിയിലുള്ള അസംബ്ലി ഹാളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോംബ് എറിയുന്നത് ഈ ഭഗത് സിംഗിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്, ബതുകേശ്വർ ദത്താണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് 1929 എന്ത് ചെയ്യുന്നത്, ഡൽഹിയിലുള്ള അസംബ്ലി ഹാളിൽ വെച്ചിട്ട് നമ്മുടെ ബോംബ് പൊട്ടിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ലഘുലേഖയൊക്കെ വിതരണം ചെയ്തിട്ട് അവിടെ തന്നെ പിടികൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഉദ്ധം സിംഗ് ആണ് ജനറൽ ഡയറിനെ കൊല്ലുന്നത്. അപ്പോൾ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ലോർഡ് കാനിങ് വിച്ച് പ്ലേസ് ഫോർ ക്രൗൺ ബ്രിട്ടീഷ് റൂൾ ഇൻ 1858 ലോർഡ് കാനിങ് എവിടെ വെച്ചിട്ടാണ് ബ്രിട്ടീഷ് ക്രൗൺ റൂൾ അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അനൗൺസ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അലഹബാദ്, ഡൽഹി, കൊൽക്കത്ത, ബോംബെ. നമുക്കറിയാം പേര് തന്നെ എങ്ങനെയാണ്, അലഹബാദ് പ്രൊക്ലമേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അലഹബാദ് പ്രൊക്ലമേഷൻ എന്തിനെ പറ്റിയാണ്, ബ്രിട്ടീഷ് ക്രൗൺ റൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്. ഇനി ഈ സമയത്ത്, അതായത് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ക്രൗൺ റൂൾ കൊണ്ടുവരാൻ കാര്യം, നമുക്കറിയാം. 1857 റിവോൾട്ട് നടക്കുന്നുണ്ട്. 1857 റിവോൾട്ട് നടക്കുന്നു. റിവോൾട്ടിനെ അവർ സപ്രസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, സപ്രസ് ചെയ്തു എങ്കിലും എന്ത് ചെയ്തിട്ടില്ല, അത് അവർക്കൊരു അതുവരെയും അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു മൂവ്മെൻ്റാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യണം, കമ്പനി ഭരണത്തിനെ പുറത്താക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാജ്ഞി നേരിട്ട് ഭരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതാണ് ക്രൗൺ റൂൾ കൊണ്ടുവരികയാണ്. അപ്പം ഇന്ത്യയുടെ റൂൾ എന്ന് പറയുന്നത് നേരെ ബ്രിട്ടീഷ് രാജ്ഞിക്ക് അണ്ടറിൽ കൊണ്ടുവരുന്നതാണ് ഈ അലഹബാദ് പ്രൊക്ലമേഷൻ 1858 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ സമയത്തുള്ള വൈസ്രോയി ആയിരുന്നു ആര്, ലോർഡ് കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, ലോർഡ് കാനിങ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. അതുവരെ ഗവർണർ ജനറൽ എന്നായിരുന്നു. അതിനുശേഷം, അതായത് ഈ പ്രൊക്ലമേഷൻ വന്നതിന് ശേഷം വൈസ്രോയി ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട് പോവാണ്. വെൻ മുസ്ലിം ലീഗ് ഡിമാൻഡഡ് ഫോർ പാകിസ്ഥാന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്തത് ഏത് വർഷം എന്നാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1907, 1940, 1960, 1942. ഓപ്ഷൻ കാണുമ്പോൾ ഓപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട വർഷങ്ങളാണ്. ആ വർഷത്തിൽ എന്തൊക്കെയാണ് നടന്നത്, അതിൻ്റെ ഇൻസിഡൻറ്റ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ആൻസർ പറയുന്നത് 1940 ആണ്. 1940 മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നത്, പാകിസ്ഥാന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. ഏത് സെഷനാണ്, ലാഹോർ സെഷനാണ്. ലാഹോർ സെഷൻ 1940 വെച്ചിട്ടാണ് പാകിസ്ഥാന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്. 1907 എന്താ നടന്നത്, 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നു. എന്താ സൂററ്റ് സ്പ്ലിറ്റ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഉണ്ടായിരുന്നു. രണ്ടുപേരും രണ്ട് രീതിയിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരുന്നത്. അപ്പം ഇവരുടെ രണ്ടുപേരുടെ ഐഡിയോളജീസ് കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. രണ്ട് ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യാണ്, 1907 ആയപ്പോഴത്തേക്ക് സൂററ്റ് സ്പ്ലിറ്റ് നടക്കുകയാണ്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും രണ്ടും സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ആരായിരുന്നു INC പ്രസിഡന്റ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. റാഷ് ബിഹാരി ഘോഷ് ആണ്. തെറ്റിപ്പോരുത്, റാഷ് ബിഹാരി ഘോഷ് ആണ്.
ഘോഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മലയാളത്തിൽ ഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം എന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് നാല് വഴിക്ക് പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. റാഷ് ബിഹാരി ഘോഷാണ്. വേറൊരാളുണ്ട് റാഷ് ബിഹാരി ബോസ്, അത് INE ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുള്ളിയല്ല, ഇവിടെ റാഷ് ബിഹാരി ഘോഷാണ്. അപ്പോൾ സൂററ്റ് സെഷൻ 1907 സൂററ്റ് സെഷന്റെ എന്താണ് പ്രസിഡന്റ് ആരാണ്, പ്രിസൈഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ഘോഷാണ്. ഇനിയുണ്ട് 1916 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ ഇതായിട്ട് പിണങ്ങി പോയവർ രണ്ടുപേരും കൂടെ വീണ്ടും എന്താണ് ഒന്നിക്കുകയാണ്. അതായത് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും കൂടെ വീണ്ടും റീയൂണേറ്റ് ചെയ്യുന്നതാണ് 1907 ലക്നൗ സെഷൻ. ഓക്കെ, അപ്പോൾ ലക്നൗ സെഷൻ അവർ തമ്മിൽ ഭാഗ്യം പരീക്ഷിക്കാൻ, ഒന്നിച്ചു പോകുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു മീറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതാകുമ്പോഴത്തേക്ക് ആ സെഷനും ആ വർഷവും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. 1916 ലക്നൗ സെഷൻ. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതാ 19 ഉണ്ട്, 19നെ തിരിച്ചിട്ട പോലെയാണ് ഇരിക്കുന്നത് 16. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഓർത്തിരിക്കാം. അപ്പോൾ രണ്ട് ദിശയിലാണെന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ എന്താണ്, ഒന്ന് മോഡറേറ്റ്സ് ആയിട്ടും മറ്റേത് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടും കാണാം. അപ്പം അവർ തമ്മിൽ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, ലക്നൗവിലാണ് വന്നത്. ഇനി എന്താണ്, അപ്പോൾ ഈ എന്താണ് പ്രശ്നങ്ങളൊക്കെ ഇതാക്കിയിരിക്കുന്ന സമയത്ത് അവരെ എന്ത് ചെയ്യണം, ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു AC ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ്, AC മജുംദാർ ആയിരുന്നു ഈ സെഷൻ പ്രിസൈഡ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, 1907 സൂററ്റ് സെഷൻ ലീഡ് ചെയ്തത് ആരാണ്, അതുപോലെ തന്നെ ലക്നൗ സെഷൻ ലീഡ് ചെയ്തത് ആരാണ്. അതുപോലെ സൂററ്റ് സെഷൻ ആരായിരുന്നു, റാഷ് ബിഹാരി ഘോഷായിരുന്നു. ഇവിടെ ലക്നൗ സെഷൻ AC മജുംദാറുമാണ്. ഓക്കെ, അപ്പം ഇനി നേരെ നമ്മൾ 1942 നമുക്കറിയാം എന്താണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പം മുസ്ലിം ലീഗ് പാകിസ്ഥാന് വേണ്ടി ഡിമാൻഡ് ചെയ്തത് 1940 ലാഹോർ സെഷൻ വെച്ചിട്ടാണ്. ശരി, അടുത്തത് WWWW. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് തേർഡ് W? ഈ WWWWയിൽ തേർഡ് W എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. WWW മീൻസ് എന്താണ്, വേൾഡ് വൈഡ് വെബ് വേം. ഓക്കെ, അപ്പോൾ എന്താണ് വേൾഡ് വൈഡ് വെബ് വേം എന്നാണ് WWWWയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1993 ഇത് കൊണ്ടുവരുന്നത്. ഒലിവർ ബ്രയാനാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സെർച്ച് എഞ്ചിനാണ് WWW, വേൾഡ് വൈഡ് വെബ് വേം. ഇനി നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് തേർഡ് W എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3 എന്താണ് വെബാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. WWW എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തേർഡ് W എന്താണ്, വെബാണ്. ഓക്കെ, അടുത്തത് എന്താണ്, വിച്ച് റിവർ ഈസ് നോൺ ആസ് ദ സോറോ ഓഫ് ബീഹാർ? അതായത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന, സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. കോശിയുണ്ട്, ബ്രഹ്മപുത്ര, ഗംഗ, ഹൂഗ്ലി. ഓക്കെ, ഏതാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത്? കോശിയാണ്. കോശി അല്ലെങ്കിൽ കോസി, മലയാളത്തിൽ കോസി എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം കോശിയാണ് സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ സോറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും കോശി തന്നെയാണ്. സോറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇനിയുണ്ട് നമ്മുടെ ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണ്, സോറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കോശിയാണെന്നുണ്ടെങ്കിൽ റിവർ ഓഫ് സോറോസ് എന്നറിയപ്പെടുന്നത് ദാമോദറാണ്. ഓക്കെ, അപ്പം സോറോ ഓഫ് ബീഹാർ, അതുപോലെ തന്നെ സോറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കോശിയാണ്. അതുപോലെ തന്നെ എന്താണ്, റിവർ ഓഫ് സോറോസ് എന്നറിയപ്പെടുന്നത് ദാമോദറുമാണ്. ഓക്കെ, അപ്പം നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് റിവർ ഈസ് നോൺ ആസ് സോറോ ഓഫ് ബംഗാൾ? കണ്ടില്ലേ, ബംഗാളിൻ്റെ ദുഃഖം, അതായത് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന റിവർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോശി, ദാമോദർ, ടീസ്ത, കൊയ്ന. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോശി എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം കോശി എന്ന് പറയുന്നത് സോറോ ഓഫ് ബീഹാർ ആണ്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ദാമോദറാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, റിവർ ഓഫ് സോറോസ് എന്നറിയപ്പെടുന്നത് ദാമോദറാണെന്ന് പറഞ്ഞു. ആ ദാമോദർ തന്നെയാണ് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനിയുണ്ട് തീസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നത് ടീസ്ത റിവറാണ്. ടീസ്ത ഏതിൻ്റെ ട്രിബ്യൂട്ടറിയാണ്? ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറിയാണ് ടീസ്ത എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഒരു വേഗതയുണ്ട്, അതായത് ടീസ്ത പെട്ടെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിവർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീസ്തയാണ്. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഹൂ ബിൽഡ് പീകോക്ക് ത്രോൺ? ഇമ്പോർട്ടൻ്റ് ആണ്. പീകോക്ക് ത്രോൺ ബിൽഡ് ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഹൂ ബിൽഡ് പീകോക്ക് ത്രോൺ എന്ന് ചോദിക്കും. പീകോക്ക് ത്രോൺ ബിൽഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാജഹാനാണ്. ഇനി പീകോക്ക് ത്രോൺ എന്താണ് അടിച്ചുകൊണ്ട് പോയത്, മോഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാദിർഷയാണ്. ഷാജഹാൻ ഉണ്ടാക്കി വെച്ചിരുന്ന പീകോക്ക് ത്രോൺ, മയൂര സിംഹാസനം, അത് മോഷ്ടിച്ചുകൊണ്ട് പോയ ആളാണ് ആര്? ഈ നാദിർഷ എന്ന് പറയുന്ന റൂളർ.
ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഹൂ ഈസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ് ചോദിക്കുന്നത്. ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അബ്ദുൽ ഗാഫർ ഖാൻ, രാജേന്ദ്ര പ്രസാദ്, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്, പാകിസ്ഥാൻകാരനാണ്. പുള്ളിയാണ് ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. പാകിസ്ഥാനിലാണ് ജനിച്ചത്, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ജനിച്ചത്. മാത്രമല്ല വേറൊരു പ്രത്യേകതയുണ്ട്, അതായത് നമ്മുടെ പാകിസ്ഥാന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡല്ലേ ഭാരതരത്ന, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഏതെന്ന് പറയുന്നത് നിഷാനി പാകിസ്ഥാനി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് സ്വന്തമാക്കിയിട്ടുള്ള, ഒരുമിച്ച് നേടിയ ആദ്യത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള ഭാരതരത്നയും പാകിസ്ഥാന്റെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള നിഷാനി പാകിസ്ഥാനിയും ഒരുമിച്ച് നേടിയിട്ടുള്ള ആളാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഓക്കെ, അപ്പോൾ ഹൂ ഈസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ് ചോദിക്കുന്നത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഭാരതരത്ന അതുപോലെ തന്നെ നിഷാനി പാകിസ്ഥാനിയും ഒരുമിച്ച് കിട്ടുന്ന ആദ്യത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ആയിരുന്നു, ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ശരി, ഫസ്റ്റ് ആയിട്ടുള്ള ആളാണ്, ആദ്യത്തെ പേഴ്സണാലിറ്റിയാണ്. ഇനി രണ്ടാമത് ഒരാൾക്കും കൂടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതായത് രണ്ടും ഭാരതരത്നയും നിഷാനി പാകിസ്ഥാനിയും ഒരുമിച്ച് കിട്ടുന്ന രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ് പ്രൈം മിനിസ്റ്ററാണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായിക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? നിഷാനി പാകിസ്ഥാനിയും ഭാരതരത്നയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണ്. രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര പ്രസാദും, അതുപോലെ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങും, ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലയുമാണ്. അപ്പോൾ ഫ്രോണ്ടിയർ ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ബീഹാർ ഗാന്ധി രാജേന്ദ്ര പ്രസാദ്, അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്, അതുപോലെ തന്നെ നെൽസൺ മണ്ടേല ആഫ്രിക്കൻ ഗാന്ധിയുമാണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇൻ വിച്ച് ഇയർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫൗണ്ടഡ്? ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പോയിന്റും കൂടെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് ഏത് വർഷം എന്നാണ് ചോദിക്കുന്നത്. 1949, 1935, 1951, 1950. ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തത്? ഫൗണ്ട് ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. 1935 ഫൗണ്ട് ചെയ്യുന്നത്. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്, അല്ലെങ്കിൽ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത് 1935. ഈ 1935 നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യുന്നുണ്ട്. ആ നാഷണലൈസ് ചെയ്ത വർഷമാണ് 1949. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത വർഷം 1949 ആണ്. ഇനിയുണ്ട് 1951 ഉണ്ട്. 1951 എന്താണ്? ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ട്? നാഷണലൈസ് ചെയ്യുന്നുണ്ട്. 1951 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്, കാരണം നമ്മുടെ 5 ഇയർ പ്ലാൻ വരുന്നത് ആ വർഷമാണ്. ഇന്ത്യയിലകത്ത് ഇലക്ഷൻ നടക്കുന്നത് 51 അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ അത്യാവശ്യമുള്ളത് എന്താണ്? ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ചെയ്യുന്നത് 1951. അപ്പം റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് 1949, ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ചെയ്യുന്നത് 1951. റിസർവ് ബാങ്ക് ഫൗണ്ട് ചെയ്യുന്നത് 1935 ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാസ് മെയ്ഡപ്പ് ഓഫ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് മെയ്ഡപ്പ് ഓഫ് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ജിപ്സം, എപ്സം, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, CaCO3. ഓക്കെ, ഏതാണ്? നമ്മുടെ ജിപ്സം വെച്ചിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? CaSO4 .12H2O, അതായത് കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്നറിയപ്പെടുന്നത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്, അല്ലെങ്കിൽ ജിപ്സം ആണ്. ഓക്കെ, ഇനിയുണ്ട് എപ്സം ഉണ്ട്. എപ്സം എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് .7H2O ആണ്. മഗ്നീഷ്യം സൾഫേറ്റ് .7H2O ആണ് നമ്മുടെ എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത്. നമ്മുടെ കൂടുതലും കോസ്മെറ്റിക്സ്, മേക്കപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ എപ്സം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ജിപ്സം നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്? സിമെന്റ് സെറ്റിംഗ് സമയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, സിമെന്റിന്റെ സെറ്റിംഗ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ജിപ്സം. ഓക്കെ, ഇനിയുണ്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നതാണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതുപോലെ തന്നെ CaCO3 കാൽഷ്യം കാർബണേറ്റ് ഏതാണ് നമ്മുടെ? ഓക്കെ, അപ്പം CaCO3 കാൽഷ്യം കാർബണേറ്റ് കാണപ്പെടുന്നത് ഏതിലാണ്? കാൽഷ്യം കാർബണേറ്റ് കാണപ്പെടുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എഗ് ഷെൽസിലാണ്. മാത്രമല്ല ബാക്കിയുള്ള ഷെൽസ്, റോക്സ്, ഇതിനകത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാൽഷ്യം കാർബണേറ്റ് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഏതാണ്? നമ്മുടെ കാൽഷ്യം സൾഫേറ്റ്
ഹെമി ഹൈഡ്രേറ്റ് ആണ്, അതായത് ഹാഫ് H2O ആണ്. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഹൂ ഹാഡ് ഡിസ്കവേർഡ് ബ്ലഡ് ഗ്രൂപ്പ്? ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. വില്യം ഐന്തോവൻ, വില്യം ഹാർവി, റോബർട്ട് ജാർവിക്ക്, കാൾ ലാൻഡ്സ്റ്റീനർ. ഓക്കെ, ആരാണ്? കാൾ ലാൻഡ്സ്റ്റീനർ ആണ്. കാൾ ലാൻഡ്സ്റ്റീനർ ആണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് അടുത്തത് ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? വില്യം ഐന്തോവൻ. വില്യം ഐന്തോവൻ ആണ് ECG കണ്ടുപിടിക്കുന്നത്. ECG കണ്ടുപിടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ഐന്തോവൻ ആണ്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അതായത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അത് കണ്ടുപിടിക്കുന്നത് ആരാണ്? അത് ഈ വില്യം ഹാർവിയാണ്. വില്യം ഹാർവിയാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. റോബർട്ട് ജാർവിക്ക്, നമുക്കറിയാം ഈ ജാർവിക് 7 നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതെന്താണ്? ആർട്ടിഫിഷ്യൽ ഹാർട്ടാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹാർട്ടാണ് എന്ന് പറയുന്നത് ജാർവിക് 7. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സയൻറ്റിസ്റ്റാണ് റോബർട്ട് ജാർവിക് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ കാൾ ലാൻഡ്സ്റ്റീനർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ECG കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ വില്യം ഐന്തോവൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ EEG ഉണ്ട്. EEG ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറയും. EEG അത് കണ്ടുപിടിക്കുന്ന ആരാണ്? പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് അതിനെയൊക്കെ പറ്റിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് EEG. അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാൻസ് ബർഗർ ആണ്. ഹാൻസ് ബർഗർ. ഓക്കെ, ആഹാരമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ് കാണുന്നതില്ല എന്നുണ്ടെങ്കിൽ പോയി ബർഗർ കഴിച്ചിട്ട് വരിക. കഴിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക? EEG കണ്ടുപിടിച്ചത് ബർഗർ ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒപ്പം ECG കണ്ടുപിടിച്ചത് വില്യം ഐന്തോവൻ ആണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഈവനിങ് സ്റ്റാർ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വീനസ്, മാർസ്, ജൂപ്പിറ്റർ, മെർക്കുറി. ആരാണ്? നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും വീനസ്. ഓക്കെ, വീനസ് ആണ് മോർണിംഗ് സ്റ്റാർ. അതുപോലെ തന്നെ ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ വീനസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്? എർത്ത് നമ്മുടെ സണ്ണിന് ഏറ്റവും അടുത്തായിട്ടുള്ളതും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു എന്താണ് പ്ലാനറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സാറ്റലൈറ്റ് ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഒന്നുമില്ല ആർക്ക്? മെർക്കുറിക്കില്ല. ഓക്കെ, പിന്നെ ഉണ്ട് നമ്മുടെ മെർക്കുറി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? മെർക്കുറിക്ക് എന്തില്ല? നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഒന്നും തന്നെ മെർക്കുറിക്കില്ല. അതുപോലെ മെർക്കുറി കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ വീനസിനും എന്തില്ല? നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഒന്നുമില്ല. അപ്പം സാറ്റലൈറ്റ് ഇല്ലാത്ത അതും അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീനസ് ആണ്. ഓക്കെ, പിന്നെയുണ്ട് നമ്മുടെ ഈ ബാക്കിയുള്ള എന്താണ്? ഇപ്പം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചാടി കയറി ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല, തിരിച്ചാണ്. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? എർത്ത് ബാക്കിയുള്ള നമ്മുടെ എർത്ത് ഉൾപ്പെടെയുള്ള 6 പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ്. എർത്ത് ഉൾപ്പെടുന്ന 6 എന്ത് ചെയ്യുന്നത്? പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് എർത്ത് ഉൾപ്പെടെയുള്ള 6 പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ വീനസും അതുപോലെ തന്നെ വീനസ് അതുപോലെ തന്നെ യുറാനസ്, പേരിൽ തന്നെ ഒരു സിമിലാരിറ്റി ഉണ്ട്. യുറാനസും വീനസും ഇത് രണ്ടും എങ്ങനെയാണ്? തിരിച്ചാണ്. അതായത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ വീനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ടെമ്പററി മെമ്മറി എന്നാണ് ചോദിക്കുന്നത്. ടെമ്പററി മെമ്മറി അല്ലെങ്കിൽ വോളറ്റൈൽ മെമ്മറി. ഓക്കെ, ടെമ്പററി അല്ലെന്നുണ്ടെങ്കിൽ വോളറ്റൈൽ മെമ്മറി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതേതാണ്? റോം ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, പ്രോം ഉണ്ട്, റാം ഉണ്ട്. ഏതാണ്? നമുക്കറിയാം റാം ആണ്. ഓക്കെ, റാം ആണ് എന്ത്? ഈ ടെമ്പററി മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നുണ്ട് റോം ഉണ്ട്, പ്രോം ഉണ്ട്. അപ്പം റോമിന് തന്നെ വേറെ ഒരു ഇത് തന്നെയാണ് ഈ പ്രോം എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്തല്ല, ഇതൊക്കെ പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. ഈ ടെമ്പററി മെമ്മറി എന്നാണ് ചോദിക്കുന്നത്. ടെമ്പററി മെമ്മറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ റാം ആണ്. മൊബൈൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നത് റാം ആണ് അല്ലേ? പെട്ടെന്ന് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ സേവ് ചെയ്യുന്നത് ഏതിലാണ്? ഈ റാമിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റാം കുറവുള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാങ് ആവാൻ, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹാങ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റാം കൂടിയത് ഉള്ളത് നോക്കിയിട്ടാണ് മേടിക്കുന്നത്. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും? റോം ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിലെന്താണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്? റാം ആണ് നമ്മൾ ശ്രദ്ധിച്ച് ഡിവൈസ് മേടിക്കുന്നത്. കൂടുതൽ എന്താണ് ഫാസ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതും പെട്ടെന്ന് ഹാങ് ആവാത്തതായിട്ടുള്ള ഡിവൈസ് നമുക്ക് ചൂസ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ റാം നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഓൺ വിച്ച് പാർട്ട്? ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
അപ്പോൾ എന്താണ് പ്ലാന്റ്സ് മേക്ക് ദർ ഫുഡ് ഓൺ വിച്ച് പാർട്ട്? അപ്പോൾ ലീഫിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ സ്റ്റൊമാറ്റയിലാണ് നമ്മുടെ ട്രാൻസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ത്രൂ എന്താണ് സ്മോൾ ഹോൾസ് ഓഫ് സ്റ്റൊമാറ്റ. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാന്റ്സിലുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് സ്റ്റൊമാറ്റയിലുള്ള ചെറിയ പോർസ് വഴിയുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്.